ഇന്നത്തെ വചനചിന്ത ദൈവത്തിൻ്റെ മഹത്വം കണ്ണാൽ കാണും. ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് തൻ്റെ സഹോദരിമാർ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയിച്ചപ്പോൾ ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് എന്ന മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. അവർ കേട്ട മറുപടിക്ക് വിപരീതമായി ബെഥനിയിലെ ലാസർ മരിച്ചുപോയി. ഇനി ഒരു നാളും അവർക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരനെ തിരിച്ച് ലഭിക്കത്തില്ല എന്നവർ കരുതിയപ്പോൾ അവരുടെ ചിന്തകൾക്കും നിലവിളിക്കും അതീതമായി നഷ്ടപ്പെട്ടു പോയ ലാസറിനെ കർത്താവ് യേശുക്രിസ്തു ഉയർപ്പിച്ച് മടക്കി നൽകി. താങ്കളുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയത് മാറ്റി തരുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച മറിയയ്ക്കും മാർത്തയ്ക്കും അവർ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ സഹോദരനായ ലാസറിനെ തിരിച്ചു നൽകിയതുപോലെ താങ്കളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് പ്രതീക്ഷയ്ക്ക് അപ്പുറം മടക്കി നൽകുന്ന ദൈവത്തിൻ്റെ മഹത്വം താങ്കളുടെ കണ്ണാൽ കാണും. വിശ്വസിക്കുക. താങ്കൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ ദൈവം കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ, പിന്നെ എന്താണ് ദൈവം പ്രവർത്തിക്കാതെ മൗനമായിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഉറപ്പിച്ചു, ദൈവം അതിന് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. താമസവിന സകലവും കാണുകയും ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 ലേഖനം 5:6 ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ജീവിതത്തിൽ ഒരു കോണിൽ താങ്കളെ ഒറ്റപ്പെടുത്തുവാൻ ഒത്തിരി പേർ ഉണ്ടാകാം. എന്നാൽ മറുവശത്ത് മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുവാൻ കർത്താവ് യേശുക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. വഴിയാത്രയിൽ ഒറ്റപ്പെട്ട യാക്കോബിനെയും പത്മോസിൽ ഒറ്റപ്പെട്ട യോഹന്നാനും സ്വർഗം തുറന്ന് ദൂതന്മാരയച്ച കർത്താവ് യേശുക്രിസ്തു താങ്കളെ ഒരു നാളും ഒറ്റയ്ക്ക് വിടുകയില്ല. ലോകം താങ്കളെ തള്ളിക്കളയുമ്പോൾ ഓർക്കുക, താങ്കളെ ചേർത്തുകൊള്ളുന്ന യേശു കൂടെയുണ്ട്. ഗലീലയിലെ കാനാവിലെ കല്യാണ വിരുന്നിൽ 3-ാം നാൾ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ കടന്നു ചെല്ലുമ്പോൾ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി. ആ കാലഘട്ടത്ത് വിരുന്നുവാഴയ്ക്ക് വീഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ലജ്ജിച്ച് തല താഴ്ത്തി ഒരുപക്ഷെ മണവാളനെയോ പിതാവിനെയോ യഹൂദന്മാർ മർദ്ദിക്കുന്ന കാലഘട്ടമാണെന്ന്. എന്നാൽ നിന്ദയ്ക്കും പരിഹാസത്തിനും വിട്ടുകൊടുക്കാതെ കർത്താവ് യേശുക്രിസ്തു 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. ക്രിസ്തുവിൻ്റെ കരം ചലിച്ചപ്പോൾ പച്ചവെള്ളം രുചിയുള്ള, മണമുള്ള, നിറമുള്ള, വീര്യമുള്ള വീഞ്ഞായി മാറി. കർത്താവ് യേശുക്രിസ്തു ഗലീലയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയായി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ ജീവിതം ശൂന്യതയിലാണോ? താങ്കൾ കടഭാരത്തിലാണോ? രോഗത്തിലാണോ? ഓർക്കുക, താങ്കളെ കൈവിടാതെ തക്ക സമയം താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവ് യേശുക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട്. എല്ലാവരും നാറ്റം വെച്ചു 4 നാളായെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നാറ്റം മാത്രമേ പുറത്തു വരത്തുള്ളൂ, കല്ലുരുട്ടി മാറ്റണ്ട എന്ന് പറയുമ്പോൾ കല്ലുരുട്ടി മാറ്റിയപ്പോൾ ലാസർ പുറത്തു വന്നുവെങ്കിൽ, യേശുവിൻ്റെ മഹത്വം ബെഥനിയിലെ ലാസറിൻ്റെ ഭവനത്തിനകത്ത് മുഴങ്ങിയെങ്കിൽ, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന അവർ അറിഞ്ഞുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു, ഇവിടെ എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ബെഥനിയിലെ ലാസറിൻ്റെ ഭവനത്തിനകത്ത് വലിയൊരു അത്ഭുത പ്രവൃത്തി ചെയ്തതുപോലെ താങ്കളുടെ ജീവിതത്തിനകത്ത്, താങ്കളുടെ ഭവനത്തിനകത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ ഒരു നാളെ ലജ്ജിച്ചു പോവുകയില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വാസത്താൽ കാത്തിരുന്നതുപോലെ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ദൈവകരങ്ങളിൽ സകല ഭാരങ്ങളെയും സകല വിഷയങ്ങളെയും കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കാത്തിരിക്കാം. വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകി മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.